അർദ്ധരാത്രിയിൽ വീടുകൾക്കു നേരെ അജ്ഞാതർ കല്ലേറ് നടത്തിയതായി പരാതി. അണക്കരയ്ക്ക് സമീപം കടശുക്കടവിലാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത്. രണ്ടാഴ്ച മുമ്പ് ഇതിന് സമീപത്തെ മറ്റൊരു വീട്ടിലും സമാന രീതിയിൽ കല്ലേറുണ്ടായി. സംഭവത്തിൽ മണമ്പേട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കടശിക്കടവിൽ താമസിക്കുന്ന കണ്ണകി എന്ന സ്ത്രീയുടെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി കല്ലേറ് ഉണ്ടായത്. ഇതുകൂടാതെ ഇവരുടെ വീട്ടുമുറ്റത്ത് ഇരുന്ന ബൈക്കിന്റെ ടയറുകൾക്ക് കേടുപാട് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മണമ്പേട് പോലീസിൽ പരാതി നൽകുകയും രാത്രി തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി പിള്ളേരും കെട്ടിയവനും ഞങ്ങളൊക്കെ ഹാളിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. കറക്റ്റ് ഒരു 12:55 വീട്ടില് കണ്ണാടി ചില്ല് പൊട്ടിച്ച് വലിയ ഒരു കല്ല് വീഴുന്നപ്പം പിള്ളേരും കെട്ടിയവനും ഞങ്ങളൊക്കെ വലിയ സൗണ്ടിൽ ഇറങ്ങി കതക് തുറന്ന് ഓടിയപ്പം വീട്ടിന്റെ മുൻവശം വാഴയാണ്. ആ വാഴയുടെ ചോട്ടിൽ ഒരുത്തൻ ചാടിപ്പോവുക, അപ്പുറത്ത് ഒരുത്തൻ ചാടി ഇറങ്ങി. അപ്പം പുള്ളി വന്നിട്ട് അപ്പുറത്ത് ഇറങ്ങി പോയിട്ട് ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി. രണ്ടാഴ്ച മുമ്പാണ് ഇതിന് സമീപത്ത് തന്നെ രതീഷ് കോടിവിള എന്നയാളുടെ വീടിന് നേരെ കല്ലേറ് ഉണ്ടായത്. രാത്രി 12:55 കൂടിയാണ് രണ്ട് സംഭവങ്ങളും നടന്നത് എന്ന് വീട്ടുകാർ പറയുന്നു. രണ്ടാഴ്ചക്ക് മുന്നേ ഇതേപോലെ തന്നെ കല്ലേറ്. അപ്പം ജനലിൻ്റെ ചില്ല് ഒരു 12:50 ആയപ്പോഴത്തേന് എൻ്റെ മോൻ അമ്മയെ പെട്ടെന്ന് എണീക്കമ്മേ എൻ്റെ ഓട്ടോയുടെ ചില്ല് പൊട്ടി താഴെ വീഴുന്ന അമ്മയെന്നും പറഞ്ഞിട്ട് ഇവൻ കിടന്ന് കാറിയപ്പം ഞങ്ങളെല്ലാവരും എണീറ്റ് വെളിയിൽ വരുമ്പോഴത്തേന് മുറിയിൽ കതക് തുറന്ന ഉടനെ ഹാളിലോട്ടാണ് കയറുന്നത്. ഹാളിൽ വരുമ്പോൾ ഹാള് ഫുള്ള് ചില്ല. ഉടനെ അമ്മയെ ഇതേ പെരയുടെ ചില്ല് മൊത്തം പൊട്ടിയിട്ടുണ്ട്. ഏതിൻ്റെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഹാളിൽ നിന്ന് വലിയ വാതിൽ തുറന്ന് മുറ്റത്തിറങ്ങുമ്പോൾ നമുക്ക് ജനലില്ല. ഉടനെ അവിടെ എല്ലാവരുമായിട്ട് അന്വേഷിച്ച് പേടിച്ച് ആരും ഞങ്ങൾ ഈ ജനല് പൊട്ടിയ ഞങ്ങളും ഈ വിജയമ്മയെന്ന് പറയുന്നവർ മാത്രമേ ഉള്ളൂ മുറ്റത്ത്. ചിന്നത്തായി എന്ന് പറയുന്നവരുടെ ജനലും അന്നേരം തന്നെ പൊട്ടുന്നു. അവരും ഉണ്ട് മുറ്റത്ത്. വേറെ ഒരു മനുഷ്യരും ആ കോളനിയിലുള്ള ഒരു മനുഷ്യരും അവിടെ എങ്ങും വന്നിട്ടില്ല. ഇതുകൂടാതെ വീട്ടുവളപ്പിൽ നിന്നിരുന്ന 6ഓളം വാഴത്തൈകളും അജ്ഞാതർ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ പരാതി പ്രകാരം മണമ്പേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.